യുവാക്കൾക്കിടയിൽ ലൈംഗിക രോഗങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രംഗത്ത് വന്നിരിക്കുകയാണ്. സിഫിലിസ്, ഗൊണേറിയ അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ്, ഇതര ഗുഹ്യരോഗങ്ങൾ എന്നിവ പെരുകുന്നതായാണ് ഹെൽത്ത് ഏജൻസി പറയുന്നത്. പുതിയ പങ്കാളികളുമായോ ഹ്രസ്വകാല പങ്കാളികളുമായോ ലൈംഗിക ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ നിർബന്ധമായും കോണ്ടം ധരിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലൈംഗിക രോഗങ്ങൾ യുവാക്കൾക്കിടയിൽ കൂടി വരുന്നുണ്ട്. സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് ഹെൽത്ത് ഏജൻസി നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുതിയ പങ്കാളികളെ കണ്ടെത്തുന്ന യുവാക്കൾ കോണ്ടം ധരിക്കുന്ന കാര്യത്തിൽ വീഴ്ച കാണിക്കരുതെന്ന് ഹെൽത്ത് ഏജൻസി ആവശ്യപ്പെടുന്നു. ഡെവോൺ, കോൺവാൾ, സോമർസെറ്റ്, ഗ്ലൗസെസ്റ്റർഷയർ, വിൽറ്റ്ഷയർ, ഡോർസെറ്റ് എന്നീ പ്രദേശങ്ങളുടെ ചുമതലയുള്ള സൗത്ത് വെസ്റ്റ് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയാണ് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. 15 മുതൽ 24 വരെ പ്രായമുള്ളവരിൽ ഗൊണോറിയ, സിഫിലിസ് കേസുകൾ വർദ്ധിച്ചതായാണ് ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത്. 2023 51 സിഫിലിസ് കേസുകളാണ് മേഖലയിൽ ഉണ്ടായിരുന്നത്. ഇത് 2022 അപേക്ഷിച്ച് 24% വർധനമാണ് കാണിക്കുന്നത്. 2023 മേഖലയിൽ 2403 ഗൊണോറിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2022 അപേക്ഷിച്ച് 24.4% വർധനമാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം അത്ര ഗുരുതരമല്ലാത്ത ക്ലമീഡിയ, ഹെർപ്പസ്, വൃഷണങ്ങളിലും മറ്റും പൊറ്റ വളരുന്ന രോഗങ്ങൾ എന്നിവയുടെ കേസുകൾ കുറയുന്നുണ്ട്. ഇതെല്ലാം ലൈംഗിക രോഗങ്ങളായാണ് കണക്കാക്കുന്നത്. ഈ രോഗങ്ങളുടെ എണ്ണത്തിൽ വരുന്ന കുറവ് മൂലം മൊത്തത്തിൽ ലൈംഗിക രോഗങ്ങളുടെ എണ്ണത്തിൽ പൊതുവിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ സിഫിലിസ്, പറങ്കിപ്പുണ്ണ് എന്നിവയുടെ അളവിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. ഇക്കാരണത്താൽ അതീവ ജാഗ്രത ആവശ്യമാണെന്ന് ഹെൽത്ത് ഏജൻസി വ്യക്തമാക്കുന്നു. ക്ലമീഡിയ രോഗം 2023 9476 എണ്ണമാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഇത് 2022 അപേക്ഷിച്ച് 6.8% കുറവാണ്. ഹെർപ്സ് കേസുകൾ 827 എണ്ണമാണ് 2023 റിപ്പോർട്ട് ചെയ്തത്. ഇത് 2022 അപേക്ഷിച്ച് 10% കുറവാണ് കാണിക്കുന്നത്. ജെനിറ്റൽ വാർഡ്സ് 420 എണ്ണമാണ് 2023 റിപ്പോർട്ട് ചെയ്തത്. ഇത് 27.7% കുറവാണ്. ഈ രോഗങ്ങളെല്ലാം എളുപ്പത്തിൽ പടരാൻ സാധ്യതയുള്ളവയാണ്. 15 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവർ ഇടയ്ക്കിടെ പങ്കാളികളെ മാറുന്നതിനാൽ രോഗം പകരാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത്. നിങ്ങൾ പുതിയ ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ കോണ്ടം ഉപയോഗിക്കാൻ മറക്കരുത്. യുവാക്കളിൽ ഉയർന്ന STA നിരക്കുള്ളതിനാൽ കോണ്ടം ഇല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ക്ലമീഡിയ, ഗൊണോറിയ തുടങ്ങിയ അണുബാധകളുടെ സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. ഇത്തരം ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഇടയ്ക്കെല്ലാം പരിശോധന നടത്തുന്നത് നല്ലതാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. അതേസമയം ലോകാരോഗ്യ സംഘടനയുടെ സമീപകാല റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വർദ്ധിക്കുന്നതായുള്ള പഠനവും അടുത്തിടെ പുറത്തു വന്നിരുന്നു. സുരക്ഷിത ലൈംഗിക ബന്ധത്തിന് കോണ്ടം ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത സംബന്ധിച്ച നിർദ്ദേശങ്ങളും വിവരങ്ങളും WHO പങ്കുവയ്ക്കാറുണ്ട്. നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും കോണ്ടം ഉപയോഗത്തിൽ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും പിന്നിലേക്ക് പോകുന്നതായാണ് റിപ്പോർട്ടുകൾ.